നമസ്കാരം. 2024 ഇന്ത്യ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അഥവാ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലും 2024 തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഫെബ്രുവരി 8-ാം തീയതിയാണ് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിന് ആരംഭം കുറിക്കുന്നത്. എന്തായാലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ നിന്നും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിലെ എല്ലാ സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ-ഇ തൊയ്ബ നേതാവുമായ ഹാഫിസ് മുഹമ്മദ് സയ്യിദിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് തന്നെയാണ്. ഹാഫിസ് സയ്യിദിന്റെ മകനായ തൽസർ സയ്യിദ്, പാർട്ടി പ്രസിഡന്റ് ഖാലിദ് മസൂദ് സിന്ധു തുടങ്ങിയവർ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് ഈ തൽഹ സായിദ് എന്ന് പറയുന്നത്. NA 127 ലാഹോറിൽ നിന്നാണ് തൽഹ സായിദ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കസേരയാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം. നാമനിർദ്ദേശ പട്ടിക സമർപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം അന്തിമ പട്ടിക ഉടൻ തന്നെ പരസ്യപ്പെടുത്തുമെന്നുകൂടി പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 600ഓളം സ്ഥാനാർത്ഥികളാണ് ദേശീയ അസംബ്ലിയിലേക്കും 30 പ്രവിശ്യ മണ്ഡലങ്ങളിലേക്കുമായി നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. 2019 ജൂലൈ മുതൽ ജയിലിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദിനെ 2022 ഏപ്രിൽ പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ കോടതി 33 വർഷത്തേക്കാണ് കഠിന തടവിന് ശിക്ഷിച്ചിരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി ഹാഫിസ് സയ്യിദിന് നേർക്കുണ്ടായത്. 2008 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രം ഇയാളായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയനും അതിനോടൊപ്പം ഐക്യരാഷ്ട്ര സഭകളും ഹാഫിസ് സയ്യിദിനെ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ പാർട്ടി മത്സരരംഗത്ത് ഉണ്ടാവുന്നതിനെ വലിയ അത്ഭുതമൊന്നും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ തന്നെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ആദ്യം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം ഭരണകൂടത്തിന് എതിരായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവർക്ക് മനസ്സിലായി ഭരണത്തിൽ ഇടം നേടിയെങ്കിൽ മാത്രമേ ഇനി തങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടാവുകയുള്ളൂ, തങ്ങൾക്ക് ഭരണകൂടത്തിനെയും ജനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭീകരവാദ പാർട്ടികൾ പിന്നീട് ഭരണത്തിൽ ഇടപെട്ട് തുടങ്ങുന്നതും അവർക്ക് ഫണ്ടിങ് നൽകി തുടങ്ങുന്നതും. ഏറ്റവും ഒടുവിലായ ഫണ്ടിങ് നൽകുന്ന പരിപാടി അവസാനിപ്പിച്ച് ഇപ്പോൾ നേരിട്ട് തങ്ങൾ തന്നെ മത്സരിക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വളരുകയായിരുന്നു. ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ ഭരണം പിടിച്ചത് അതേ മാതൃകയിൽ തന്നെ പാകിസ്ഥാനിലും ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഭീകരവാദ പാർട്ടി തന്നെ അധികാരം പിടിച്ചേക്കാം. തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ മാത്രമേ ഇതിനിടയിൽ ഒരു വ്യത്യാസമായി പറയാനുള്ളൂ. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ വോട്ട് നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ ആളുകളെ, പ്രവിശ്യകളിലുള്ള ആളുകളെ സ്വാധീനിക്കുന്നതിലുമൊക്കെ ഭീകരവാദ സംഘടനകൾക്കും പാർട്ടികൾക്കുമൊക്കെ വലിയ പങ്കുണ്ട്. അങ്ങനെ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഭീകരവാദ പാർട്ടി മത്സരിച്ചാൽ, അതായത് ലഷ്കർ-ഇ തൊയ്ബയുടെ നേതാവായ ഹാഫിസ് മുഹമ്മദ് സയ്യിദിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് മത്സരിച്ചാൽ തീർച്ചയായും പാകിസ്ഥാനിൽ അവർ അധികാരത്തിലേറാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ ഇപ്പോൾ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ സമീപകാല ഭാവിയിൽ തകർച്ചയിലേക്ക് വന്നേക്കുമെന്നുള്ള ഒരു നിരീക്ഷണം അത് വളരെ ശക്തമായി തന്നെ ദേശീയ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.